എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം അകാലമായ മരണമാണ്. ആരുടെ? കുടുംബത്തിൻ്റെ സാമ്പത്തികം നോക്കുന്ന വ്യക്തിയുടെ, അതായത് സമൂഹം പുരുഷനാണ് ആ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭർത്താവെന്ന് വിളിക്കാം. ഈ ഭർത്താവ് മരിച്ചു, 45-50 വയസ്സ് കണക്കാക്കുക. അപ്പോൾ ഭാര്യനെ എന്ത് ചെയ്യും? അത് വലിയൊരു ദുരവസ്ഥയാണ്. മരണവുമായി ബന്ധപ്പെട്ട 1-2 ആഴ്ചകളിൽ ചുറ്റുപാട് ആളുകളുണ്ടെങ്കിലും അതിനുശേഷം ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഭാര്യയുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിലവിൽ ചെയ്യുന്ന ഉത്തരവാദിത്തം കൂടാതെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം കൂടി കയറി വരുമ്പോൾ അത് ശരിക്കും ആ ഭാര്യനെ സംബന്ധിച്ച് ഒരു ക്രഷ് ചെയ്തൊരവസ്ഥയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഭർത്താവ് ചെയ്ത പല സാമ്പത്തിക കാര്യങ്ങളും, അതേ ആ പൈസ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്നുള്ളതല്ല, മിക്കവാറും പല കാര്യങ്ങളും അറിയാൻ പാടാത്തൊരവസ്ഥയാണ്. അവിടെ ഇവിടെയൊക്കെ തപ്പി നോക്കി ഒരു രക്ഷയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 45-50 വയസ്സും പ്രായമായിട്ടുള്ള ഭർത്താക്കന്മാർ നിർബന്ധമായിട്ടും അവർ പൈസയുമായിട്ട് ഇടപെട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വൃത്തിയായി നല്ലൊരു നോട്ട് ബുക്കിലേക്കോ മറ്റോ എഴുതി വയ്ക്കേണ്ടതാണ്. അപ്പോൾ അതിന് ഫാമിലി ഡിസാസ്റ്റർ റിക്കവറി ഡോക്യുമെൻ്റ് ഞാൻ പേരിട്ടൊന്നുള്ളൂ, FDRD എന്ന് ഷോർട്ടായിട്ട് വിളിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഭർത്താവ് ഈ സാമ്പത്തിക കാര്യങ്ങളൊന്നും എഴുതി വയ്ക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താ വെച്ചാൽ, 45 വയസ്സായുള്ളൂ എനിക്ക്, അല്ലെങ്കിൽ 50 വയസ്സായുള്ളൂ എനിക്ക്, ഒരു കാരണവശാലും ഞാൻ മരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു മനോഭാവത്തിൽ ഇരുന്നുകൊണ്ടാണ് ഒന്നും എഴുതി വയ്ക്കാത്തത്. പക്ഷെ മരണം എപ്പോൾ വേണമെങ്കിലും വരാം, മരിക്കുകയും ചെയ്യാം. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 40,000 കോടി രൂപയാണ് RBIയുടെ കയ്യിലിരിക്കുന്നത്. കാരണം അത് ഡെഡ് കസ്റ്റമേഴ്സിൻ്റെ, മരിച്ചുപോയ കസ്റ്റമേഴ്സിൻ്റെ പൈസയാണ്. പക്ഷെ ആരും ക്ലെയിം ചെയ്യാൻ വന്നിട്ടില്ല. ഡിപ്പെൻഡൻസ്, അവരെ ആശ്രയിക്കുന്ന മരിച്ചുപോയ വ്യക്തിയുടെ ഭാര്യയോ മക്കളോ ആരും പൈസ ക്ലെയിം ചെയ്യാൻ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ പൈസ ഉള്ള കാര്യം ഭർത്താവ് കുടുംബത്തിനെ അറിയിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കാർ ക്രാഷോ മറ്റോ ആക്സിഡൻറ്റിലൂടെ ഒരുമിച്ച് മരിച്ചുപോയി, വേറെ ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ആ പൈസ ശരിക്കും കുടുംബത്തിലേക്ക് വരേണ്ട പൈസയാണ്, മക്കൾക്ക് കിട്ടേണ്ടതും അല്ലെങ്കിൽ വയസ്സായ മാതാപിതാക്കളുടെയൊക്കെ ഒരു സഹായമാവേണ്ട പൈസയാണ്. പക്ഷെ പൈസ പോയി. 1-2 രൂപയല്ല, 40,000 കോടിയാണ് ഇങ്ങനെ RBIയുടെ കയ്യിലിരിക്കുന്നത്. അതുപോലെ 10 കോടി ജനങ്ങളാണ് ഈ ഡെപ്പോസിറ്റുകൾ നേരെ ചൊവ്വേ വീട്ടുകാരെ അറിയിക്കാത്തത്. അത് പബ്ലിക് സെക്ടർ ബാങ്ക് മാത്രം. ഇനി പ്രൈവറ്റ് ബാങ്ക് ഉണ്ട്, പിന്നെ LIC പോലെ സ്ഥാപനങ്ങൾ വേറെയുണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇത് വലിയ ഒരു ദുരവസ്ഥയാണ്. ഇതിൻ്റെ മെയിൻ കാരണം പൂർണ്ണമായിട്ടും ഈ പറയുന്ന മടിയാണ്. ഞാൻ മരിക്കില്ല എന്നുള്ളൊരു ചിന്ത, ഞാൻ ചെറുപ്പമാണെന്നുള്ള ചിന്ത. പക്ഷെ അവസാനം അനുഭവിക്കേണ്ടി വരുന്നത് ശേഷിക്കുന്ന ഭാര്യയും മക്കളും വയസ്സായ മാതാപിതാക്കളുമായിരിക്കും. നമുക്കിതിനൊരു പരിഹാരം വേണം. ഓക്കെ, തീർച്ചയായിട്ടും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്റ് ഇച്ചിരി നീട്ടി വലിച്ച് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. സംഭവത്തിലേ ഉള്ളൂ, ചെയ്യുന്ന എല്ലാ സാമ്പത്തിക കാര്യങ്ങളും വൃത്തിയായിട്ട് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, അത് കുടുംബത്തിനെ അറിയിക്കുക. അപ്പോൾ FDRD നമുക്ക് തൽക്കാലം ഇതിനെ വിളിക്കാം. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, 45-50 വയസ്സെന്ന് പറഞ്ഞാൽ 10-25 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ നല്ലൊരു ഏണിങ്സ് ആ സമയത്തായിട്ടുണ്ട്. അപ്പം അത് പലതും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും, ഭാവിയിലെ വിവാഹം, അച്ഛൻ്റെ അമ്മയുടെ ചികിത്സ, ഇവരുടെ ഈ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും റിട്ടയർമെൻറ്റ്, അങ്ങനെയൊക്കെ പൈസകൾ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഭർത്താവിനോട് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, കുടുംബത്തിനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ അറിയാമെന്നൊക്കെ പറയും. ഒരു അലസമനോഭാവത്തോടെ പറയുന്നതായിട്ടാണ് മിക്കതും കാണുന്നത്. പക്ഷെ സത്യത്തിൽ നിങ്ങൾ
അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുകയും അതിന് ഉത്തരം തേടുകയും ചെയ്യണം. ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാത്ത ആരുമില്ല. ഇൻ കേസ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ പഠിക്കുന്ന പിള്ളേരോട് ചോദിക്കുകയോ മറ്റു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ, ഇതിൻ്റെ മലയാളം മറുഭാഷ മലയാളത്തേക്ക് മാറ്റിത്തരും. ഈ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ മിക്കവാറും ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അത് നേരെ ചൊവ്വേ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദയവായിട്ട് ഈ FDRD ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത രസകരമായ സംഭവം എന്താ വെച്ചാൽ, വ്യക്തിപരമായിട്ട് നമ്മൾ ഈ പറയുന്ന FDRDക്ക് വലിയ പ്രാധാന്യം നൽകുന്നില്ലെങ്കിലും ബിസിനസ് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ബിസിനസ് ഇതിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അവരെങ്ങനെ വിളിക്കുന്ന പേര് ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാൻ, ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻ എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് തുടരണം. എന്തെങ്കിലും ഒരു ബിൽഡിങ് തീ പിടിച്ച് നശിക്കുക, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കത്തിലൂടെ ബിൽഡിങ്ങിലെ സർവ്വസാധനങ്ങൾ നശിച്ചു പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭൂമിചലനം എന്തും ആവാമല്ലോ. ഇപ്പം മദ്രാസിലുള്ള അല്ലെങ്കിൽ ചെന്നൈയിലുള്ള അവരുടെ ബിസിനസ് പൂർണ്ണമായിട്ടും നശിച്ചു പോയി. അതവർ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീബിൽഡ് ചെയ്യും, അവർക്ക് ഈ BCP പ്ലാനും DR പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ. കാരണം എന്താ വെച്ചാൽ അവർ സർവ്വ ഡാറ്റയുടെ ഒരു കോപ്പി തൊട്ടടുത്തുള്ള കോയമ്പത്തൂരോ അല്ലെങ്കിൽ വിദൂര ഓഫീസായ കൽക്കട്ടയിലുണ്ടാവും. ആ ഡാറ്റ ഉപയോഗിച്ച് അവർ പുതിയ ബിൽഡിങ് സെറ്റപ്പ് ചെയ്ത് ഡാറ്റ റിക്കവർ ചെയ്യും. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട എല്ലാ കസ്റ്റമർ ഇൻഫോർമേഷനും ബിസിനസ് ഇൻഫോർമേഷനും അവർ തിരിച്ചെടുക്കും. മാത്രമല്ല അവർ ഈ സംഭവം അപകടം വരാൻ വേണ്ടി കാത്തിക്കില്ല. അവർ ഈ പറയുന്ന ശേഖരിച്ചിരിക്കുന്ന എല്ലാ ഡാറ്റയും അവർ ടെസ്റ്റ് ചെയ്യും. എല്ലാ 6 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തും ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഈ ബിസിനസ്സുകാർ ഇത്തരം ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അപ്ലൈ ചെയ്യണം. അത് പാലിക്കാൻ നമ്മൾ പേഴ്സണൽ ലൈഫിൽ അത് കൊണ്ടുവരണം. ബിസിനസ്സുകാരൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുടുംബം. അപ്പോൾ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വേണ്ട ഏറ്റവും വലിയൊരു സഹായത്തിലൊന്നാണ് ഈ FDRD എന്ന സംഭവം. അപ്പം അത് ചെയ്യേണ്ടതാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ FDRD ചെയ്യാത്തതെന്ന് വെച്ചാൽ, ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഭർത്താവിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സോ റിവാർഡൊന്നും കിട്ടില്ല. കാരണം ഈ ഡോക്യുമെൻ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഈ ഡോക്യുമെൻ്റ് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. അതുകൊണ്ടാണ്. മറിച്ച് ഇപ്പോൾ അദ്ദേഹം എല്ലാവരെയും കൂട്ടി സിനിമയ്ക്ക് പോവാണ്, ഷോപ്പിങ്ങിന് പോവാണ്, ടൂറിന് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു സുഖം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പുള്ളി മോട്ടിവേറ്റഡ് ആണ്, പുള്ളിക്ക് പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ അനുഭവിക്കാനൊന്നുമില്ല. അത് അനുഭവിക്കുന്നത് ശേഷിക്കുന്ന കുടുംബാംഗങ്ങളാണ്. ഇതിൻ്റെ ഗുണം FDRD എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവിക്കുക. ഇനി അകാല മരണം വളരെ കൂടുതലാണ് ഇപ്പം. ഓക്കെ, പണ്ടത്തെ പോലെയല്ല, വളരെയധികം അകാല മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ ഞാനിവിടെ ചുരുക്കി എഴുതിയിട്ടുണ്ട്. ദയവായി ഇതൊന്ന് വായിച്ചു നോക്കുക, നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇതിൽ പലതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ അകാല മരണത്തിനുള്ള റിസ്ക് നിങ്ങൾക്ക് കൂടുതലാണ്. അപ്പോൾ ദയവായി അതൊക്കെ കറക്റ്റ് ചെയ്യുക, കുടുംബത്തിന് വേണ്ടിയും കൂടി ജീവിക്കുക. ഓക്കെ, അപ്പോൾ അത് വീഡിയോ നിർത്തി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അടുത്തത് നേരത്തെ സൂചിപ്പിച്ചു ഈ എന്തുകൊണ്ടാണ് ഇതൊന്നും എഴുതി വയ്ക്കാത്തതെന്നുള്ളത്. മെയിൻ എന്താണെന്ന് വെച്ചാൽ 45-50 വയസ്സായവർക്ക് അവർ വിചാരിക്കുന്നത് മരണം മറ്റുള്ളവർക്ക് മാത്രമേ വരുള്ളൂ, എനിക്ക് വരില്ല എന്നുള്ളതാണ്. അത് പൂർണ്ണമായും തെറ്റാണ്. മരണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി വരാം. ഓക്കെ, അതുകൊണ്ട് ആ മടി മാറ്റി വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന FDRD എന്ന സാധനം എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി FDRD ചെയ്തു. അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഈ ഞാൻ പറഞ്ഞ രീതി ചെയ്യണമെന്നില്ല. ഒരു 200 പേരിൻ്റെ ബുക്ക് മേടിച്ചിട്ട് എല്ലാം വൃത്തിയായിട്ട് എഴുതി വെച്ചാൽ മതി. നമ്മുടെ പൈസ എവിടെയൊക്കെ കിടക്കുന്നുണ്ടോ, അതെങ്ങനെ എവിടെ കിടക്കണു, അതെടുക്കാൻ തിരിച്ച് ഭാര്യയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ നടപടി, എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി വെച്ചാൽ മതി.
ഞാൻ ഉപയോഗിച്ചത് ഗൂഗിൾ ഡ്രൈവ് ആണ്. അവിടെ അതിൽ വേർഡ് ഡോക്യുമെൻ്റ് ഒരു സ്റ്റെപ്പ് ആണ് ഡോക്യുമെൻ്റാണ് ഉപയോഗിച്ചത്. എൻ്റെ FDRD ഞാൻ എല്ലാം ടൈപ്പ് ചെയ്തപ്പോൾ 18 പേജുണ്ട്. ഓക്കെ, അപ്പോൾ എന്തോരം ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്യണം. ഉദാഹരണത്തിന് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിലെന്തോരം ഇൻഫർമേഷൻ ഇതിനകത്ത് എൻ്റർ ചെയ്യണമെന്നുള്ളത് ആ ഭാര്യ നാളെ ഈ ഡോക്യുമെൻ്റ് വായിച്ചു നോക്കുമ്പോൾ അവർക്ക് അതിന് പൈസ എടുക്കാൻ വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവണം. അത്രയും ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് എഴുതി വയ്ക്കണം. പിന്നെ അതുകൂടാതെ ഞാൻ ഗൂഗിൾ കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഈ നമുക്ക് പല ബില്ലുകൾ അടയ്ക്കണമല്ലോ, ആഴ്ചയിൽ അടയ്ക്കാനുണ്ടാവും, മാസത്തിൽ അടയ്ക്കാനുണ്ടാവും, വർഷത്തിലുണ്ടാവും, അതുപോലെ മറ്റുള്ള കടമകളുണ്ടാവും. അതിനൊക്കെ എല്ലാത്തിനും ചില ഡേറ്റ് വരുമ്പോൾ നമുക്ക് സമയത്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് തലയിൽ വെക്കേണ്ട കാര്യമില്ല, മെമ്മറിയിൽ വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഗൂഗിൾ കലണ്ടറിൽ പോയിട്ട് അതിനൊരു ഒരു ഇവൻ്റ് എൻട്രി ഉണ്ടാക്കുക. എന്നിട്ട് അതിനകത്തൊരു ഇമെയിൽ നിന്നിട്ട് ടിക്ക് ഇടുക. അപ്പോൾ നമുക്ക് ഇമെയിലായിട്ട് ആ സമയത്ത് അതിൻ്റെ റിമൈൻഡർ വരും. അപ്പോൾ നമ്മൾ ദിവസം ജിമെയിൽ ചെക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ, അപ്പം ഇൻബോക്സിൽ നമുക്ക് റിമൈൻഡർ വരും. ഇതിൻ്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ, നാളെ നമ്മുടെ കുടുംബത്തിനും ഇൻബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെ ബില്ലുകളാണ് വന്നിരിക്കുന്നത്, അടയ്ക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതങ്ങനെയും സഹായകരമാണ്. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത FDRDയുടെ ഇൻഡെക്സാണിത്. ഈ കാണുന്ന എല്ലാ തലക്കെട്ടും ഡീറ്റെയിലായിട്ട് ഡോക്യുമെൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 18 പേജായത്. ഇത് വെറും തലക്കെട്ട് മാത്രമാണ്. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രോഡക്റ്റുകളായിരിക്കും. അപ്പോൾ അതിനകത്ത് ഫൈനാൻഷ്യലി അസറ്റ്സിനെ പറ്റിയും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയും പറയണം. പെൻഷൻ ഫണ്ട്, ഇൻഷുറൻസ് പ്രോഡക്ട്സ്, പിന്നെ നമുക്ക് കടങ്ങളുണ്ടാവാം, ലയബിലിറ്റീസ് ഉണ്ടാവാം, ബാങ്ക് ലോൺ ഉണ്ടാവാം, പിന്നെ നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കണം. അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ അടുത്തായിട്ട് ഇപ്പോൾ FDRD സാധനം നമ്മളുണ്ടാക്കി, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു. ഇനി അതുകൊണ്ട് ആയില്ല, അത് കൃത്യമായിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും, ഭാര്യയ്ക്ക് പ്രത്യേകിച്ച്, പിന്നെ മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഒരുമിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ മരണം എന്ന സാധനം പേപ്പറിൽ കാണുന്നത് 10 വീട്ടിൽ ഏതെങ്കിലും കോട്ടയത്തുള്ള അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ചാൽ അവിടെ മാത്രമല്ല, നാളെ നമ്മുടെ വീട്ടിലും വരും എന്നുള്ളത് പറയുക. അതുപോലെ അവരോട് ചോദിക്കുക, നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, നിങ്ങൾക്കറിയാമോ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന്. ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ അവർ പകുതി ഗ്യാസും പോകും, അവർക്കൊരു കുന്തം അറിയില്ല. അപ്പോൾ അവർ നമ്മുടെ ഈ ചർച്ചയിൽ കൂടുതൽ താല്പര്യം കാണിക്കും. കാരണം പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് അറിയാം, ഭർത്താവ് പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായ കാര്യങ്ങൾ മൊത്തം കൊളാവുന്നു, എല്ലാം എൻ്റെ തലയിലേക്ക് വരുന്നു മനസ്സിലാവും. സ്വാഭാവികമായിട്ട് അവർ നല്ല താല്പര്യം സ്വാഭാവികമായിട്ട് എടുക്കും. പിന്നെ പതുക്കെ ഓരോ പേജും നമ്മൾ ഒരു ഈസി ആയിട്ടും അധികം ലോഡ് കൊടുക്കാതെ പറഞ്ഞു കൊടുക്കുക, കുറേശ്ശെ പറഞ്ഞു കൊടുക്കുക ഓരോ ദിവസം. പിന്നെ കുറേ പ്രോഡക്റ്റ്സ് ഇപ്പം കുറേ പ്രോഡക്റ്റ്സൊക്കെ ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് ഓൺലൈനായിട്ട് തന്നെ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് വെബ്സൈറ്റിൽ പോണത്, ലോഗിൻ ചെയ്യണം എങ്ങനെയാണ്, അതിൻ്റെ പാസ്വേഡൊക്കെ എവിടെയാണ്, ഏതൊക്കെ പേജസ് ആണ് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പൈസ എടുക്കേണ്ടത്, ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ ശേഷം 6 മാസം ഒരിക്കലെങ്കിലും നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്നാലാണ് അവരെ മനസ്സിൽ കിടക്കുകയുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താലൊന്നും കാര്യമില്ല. 6 മാസത്തിലൊരിക്കൽ അവരത് ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഉദാഹരണത്തിന് ഇൻഷുറൻസ് അടയ്ക്കാറായി, അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതല്ലെങ്കിൽ KCBയിൽ കറണ്ട് അടയ്ക്കണം, അത് ഓൺലൈനായിട്ട്, അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ ടാക്സ് അടയ്ക്കണം, വില്ലേജിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ, അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും കുറേശ്ശെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇനി മൂന്നാമതൊരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ FDRD ക്രിയേറ്റ് ചെയ്തു, ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്ത് സമ്മതിച്ചു, നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും ഭാര്യയും മരിച്ചു, മൾട്ടിപ്പിൾ ഡെത്താണ്, കാർ ക്രാഷാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗമില്ലാണ്ട് വരും. ഓക്കെ, അതുകൊണ്ട് നമ്മളൊരു കാര്യം കൂടി ചെയ്യണം. FDRD പ്രിപ്പയർ ചെയ്ത കാര്യവും അതുപോലെ അത് നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി, നമ്മുടെ അനിയനെയോ ചേട്ടനെയോ അല്ലെങ്കിൽ നമുക്ക് ഉറ്റവരായ നമ്മൾ 200% വിശ്വസിക്കുന്ന 1-2 പേരെ അറിയിക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ്. ഓക്കെ, എന്നാൽ മാത്രമേ ഈ കാർ ക്രാഷിൽ മക്കൾ രക്ഷപ്പെട്ടെങ്കിൽ അവർക്ക്
നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത FD കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പൈസയൊക്കെ പലതും നശിച്ചു പോകും. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട എത്രേ ഉള്ളൂ, കുറച്ച് വീഡിയോസ് നമ്മൾ മൊബൈൽ വെച്ച് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അതിലെന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് താക്കോൽ എവിടെ വെച്ചേക്കണത്, പല താക്കോലും നമ്മൾ പല സ്ഥലത്താണ് വെച്ചാണ്, വീട്ടിലെങ്ങനെ അകത്ത് കയറാം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് മിക്കവാറും കാർ ക്രാഷ് ആണെങ്കിൽ കാറിൻ്റെ ഡിക്കിയിൽ തന്നെ താക്കോലുണ്ടാവും, അത് പറയുക. എന്നിട്ട് ഞങ്ങൾക്ക് താക്കോലെടുത്ത് വീടിനകത്ത് കയറുക. അകത്ത് കയറി കഴിഞ്ഞാൽ എവിടേക്കാണ് ലാപ്ടോപ്പ് വെച്ചേക്കണത്, എവിടേക്കാണ് അതിൻ്റെ ഹാർഡ് ഡിസ്ക് വെച്ചേക്കണത്, എവിടെയാണ് ഈ ഗൂഗിൾ പാസ്വേഡും മൊബൈൽ പാസ്വേഡൊക്കെ വെച്ചേക്കണത്. അപ്പോൾ അത് നമ്മളൊരു വെള്ള പേപ്പറിൽ എഴുതി ഒരു അലമാരയിൽ വെച്ചാൽ മതി. എന്നിട്ട് അലമാരകളൊക്കെ കാണിച്ചു കൊടുക്കുക, ടേബിളൊക്കെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ വെച്ചാൽ ടേബിളൊക്കെ കാണിച്ചു കൊടുക്കുക. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അതിൽ തന്ന് നമ്മളെ പാസ്വേഡ് എഴുതി വെച്ചാണ് ഷീറ്റിൽ നിന്ന് അത് നോട്ട് ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്ത് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ FD ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. അതെല്ലാം കഴിഞ്ഞാൽ അയാൾക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ അയാൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് എഴുതിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പൈസ എടുക്കാൻ പറ്റും, പിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 99% കാര്യങ്ങളും ക്ലിയറായി. ഓക്കെ, പിന്നെ FD എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളൊരു അടുത്ത വർഷം നമ്മൾ പുതിയ പ്രോഡക്റ്റ് മേടിക്കും, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്തും, ചില പൈസ ചില അക്കൗണ്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ പീരിയോഡിക്കലി ഈ ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് ചെയ്യണം. കമ്പ്യൂട്ടർ ഡോക്യുമെൻ്റ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി നമ്മുടെ കയ്യിലേക്ക് 200 പേജിൻ്റെ നോട്ട് ബുക്ക് ആണെങ്കിൽ ബന്ധപ്പെട്ട പേജ് അപ്ഡേറ്റ് ചെയ്താലും മതി. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ വെച്ചാൽ മരണം ഉറപ്പാണ്. ഓക്കെ, മരണം സുനിശ്ചിതമാണ് ഈ കാലഘട്ടത്തിൽ. എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വന്ന് കയറാം. അതായത് ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ ഫേസ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഭർത്താവ് ചെയ്യുന്ന എല്ലാ സാമ്പത്തിക കാര്യങ്ങളും നിർബന്ധമായിട്ടും വൃത്തിയായിട്ടും എഴുതി വയ്ക്കുക, കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുക, പിന്നെ സഹോദരന്മാർക്ക് ഉണ്ടെങ്കിൽ അവരോടും പറയുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നാളെ ഇപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറി ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പകുതി പൈസ പല വഴിക്കും പോകും, ഭാര്യയുടെ കാര്യം വളരെ മോശമായിരിക്കും. ഓക്കെ, സാമ്പത്തികമായിട്ട്. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പല കാര്യങ്ങളും മനസ്സിൽ വന്നു. അപ്പോൾ ഇതൊക്കെ പല ടോപ്പിക്കുകളാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയുക, നമുക്ക് ചെയ്യാം. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അത് ഇത്രയും കാര്യങ്ങളുള്ളൂ. പിന്നെ ഡിസ്ക്ലൈമർ ഒന്ന് വായിച്ചു നോക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സുരക്ഷിതമായിരിക്കുക. ഓക്കെ, വളരെ നന്ദി.